ഹലോ, അസ്സലാമലൈക്കും കൂട്ടുകാരെ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നത് ദാ ഇന്ന് നമ്മള് കൂട്ടുകാരെ ബ്രദറിന്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. അവിടുത്തെ കാഴ്ച കാണിച്ചു തരാനാണ് ഞാന് നിങ്ങളെ മുന്നിൽ വന്നത്. അവിടുത്തെ കണ്ടില്ലേ നിങ്ങള്? എൻ്റെ ബ്രദറിന്റെ പരിപാടിയാണ് ഇത്. എന്താ ഭംഗി! ഞാൻ ഇവിടുന്ന് വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വന്നതല്ല. പക്ഷെ ഇവിടെ ഞാൻ ബ്രദറിന്റെ കുഞ്ഞിനെ കാണാൻ വന്നേരം, മോനാ സുന്നത്ത് ചെയ്തത് കാണാൻ വന്നേരം ഇത് കണ്ടിട്ട് എനിക്ക് വയ്യ കൂട്ടുകാരെ. നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട്, എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു തരാണ്ട് എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. നല്ല ചെടികൾ, എന്താ പറയാ, അത് ഇവരുടെ പേരൊന്നും അറിയില്ല, ഈ ചെടിന്റെ പേരൊന്നും അറിയില്ല കൂട്ടുകാരെ. അങ്ങനെ ഇതെടുത്തതാണ്. നല്ല ഭംഗിയുണ്ട്, കണ്ടോളൂ. അങ്ങനെ കൂട്ടുകാരെ, ഇത് എന്ത് എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കമൻ്റ് അറിയിക്കുക. നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ അതിലിടണം. നിങ്ങൾ കമൻ്റ് അറിയിച്ചാലേ എനിക്ക് അതിനുള്ള മറുപടി തരാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴത്തെ കുഞ്ഞ് ബെൽബട്ടനും കൂടെ അമർത്തിയാലാണ് ഇനിയുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിൽ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അങ്ങനെ കൂട്ടുകാരെ, ഇത് കണ്ട നിങ്ങൾ, നല്ല മരം. ഇതെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? നല്ല ജാമ്പക്ക മരമാണ്. അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ജാമ്പക്ക മരമാണ് കൂട്ടുകാരെ. ഇതിൽ നിറച്ചും ജാമ്പക്ക ഉണ്ടായിന്. അത് അങ്ങനെ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അത് ഒരുപാടുണ്ടായിട്ട് എന്ത് ചെയ്യും, എൻ്റെ ഏട്ടൻ്റെ ഭാര്യ അതെല്ലാം പറിച്ച് നമുക്കൊരു പാക്കറ്റിൽ ഇട്ട് തന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. അത് പറിച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പേ എടുക്കാൻ വിട്ടുപോയി കൂട്ടുകാരെ. അത് നല്ല ഭംഗിയുണ്ടാവും. ജാമ്പയ്ക്കുള്ള ടൈമാണ് എടുത്തില്ലെങ്കിൽ. അങ്ങനെ കൂട്ടുകാരെ, എനിക്കിത് എടുക്കാണ്ട് നിവർത്തിയില്ല. അത് ഒരുപാടുണ്ട്, ഒരുപാട് എന്ന് പറഞ്ഞാൽ പല ഐറ്റംസ് ചെടിയും, ചെടിച്ചട്ടിയിൽ പല ചെടികളും. എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര ത്രില്ലാണ്. നമ്മൾക്കൊന്നും ഒരിക്കലും ഇതുപോലെ ആവില്ല നമ്മളതിൽ മക്കളെയൊന്നും കൊണ്ട്. നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ വാടക വീട്ടിലായതുകൊണ്ട് അങ്ങനെ താല്പര്യം വെച്ചിട്ടില്ല. ഒരുപാടുണ്ട്, എന്താ പറയാന്നറിയില്ല, ഒരുപാട്. അങ്ങനെ ഒരുപാട് ചെടികളുണ്ട്. ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ. എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലുള്ള ചെടി അതുപോലെ നോക്കണം. എന്തായാലും അങ്ങനെ അതുപോലെ നമ്മൾ നോക്കി വളർത്തിയാലേ എന്തും നമുക്കതുപോലെ ഭംഗിയിൽ കിട്ടും. ഉണങ്ങാതെ രീതിയിൽ വെള്ളം അതിന് പറ്റി എന്തൊക്കെയാണ് വേണ്ടത്. മനുഷ്യന്മാർക്ക് ഭക്ഷണം ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല. അതുപോലെ ചെടികൾക്കും
അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്താലാണ് നല്ല രീതിയിൽ വളർന്നു വരും. അങ്ങനെ എൻ്റെ ബ്രദർ അതിൻ്റെ രീതിയിൽ നോക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂട്ടുകാരെ, ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. പരമാവധി നിങ്ങളെല്ലായിടത്തും നമുക്ക് സബ്സ്ക്രൈബ് കൂടാൻ നിങ്ങളെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിലേ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് നമുക്കിപ്പോൾ കുറച്ചൊരു 115ഓളം ഒരു സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾ അത്ര പേര് എൻ്റെത് കാണുന്നില്ലേ, അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക കൂട്ടുകാരെ, നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മൾ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ വിജയിപ്പിക്കുക. പിന്നെ ഇങ്ങനെ ഓരോ പുതിയ വീഡിയോസിൽ നിങ്ങളെ മുന്നിൽ എത്തിക്കും. നിങ്ങളെ വിജയം ഉണ്ടായാൽ എനിക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസും നല്ല നല്ല കാര്യങ്ങളും എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു ത്രില്ല് വരും. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായും വേണം കൂട്ടുകാരെ. കണ്ട നിങ്ങൾ കാണുന്നില്ല, ഓരോരോ ചെടികളാണ്. ചെടിച്ചട്ടിയിലും പല രീതിയിലുള്ള പല മോഡലുള്ള ചെടികളുണ്ട്. എന്തെല്ലോ തരത്തിലുള്ള ചെടികളാണ് ഉള്ളത്. നിങ്ങൾ കാണുന്നില്ല കൂട്ടുകാരെ, ചെടിച്ചട്ടിയിൽ കണ്ട നല്ല ഭംഗിയുണ്ട്. എന്താ പറയണ്ടേ, ഞാനിപ്പോൾ എന്താ പറയാനേ. മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ. ഒരുപാട് ചെടിയുണ്ട് കൂട്ടുകാരെ. അവർ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ കാണാൻ കഴിയുന്നത്. ഇതിന് നല്ല ത്രെഡ് ഉണ്ടായാലാണ് ഇതെല്ലാം ഈ ചെടിയെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അല്ലേ. എല്ലാത്തിനും നമുക്കൊരു നല്ല ത്രില്ല് വേണം. എന്ത് നമ്മൾ ചെടി നട്ടാലും അതിനുള്ളിൽ നമ്മൾ നല്ലൊരു ത്രില്ല് ഉണ്ടായാലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. അതുപോലെയാണ് എൻ്റെ ബ്രദർ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഇതുപോലെ കാണാനും വളർന്ന് വരാനും. നമുക്ക് ഇൻഷാ അല്ലാ വീടെല്ലാം ആകുമ്പോൾ ഇവിടുന്ന് ബ്രദറിൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയിട്ട് അവിടെ ഏതെങ്കിലും ഒരു സ്റ്റേജ് ഉണ്ട്. ഇൻഷാ അല്ലാ ഇനി അടുത്ത വീടായിട്ട് വരാം കൂട്ടുകാരെ. അസ്സലാമു അലൈക്കും.